തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അലിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയേ, നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തല്ലേ അലിയേ. അവരെ മന്ദബുദ്ധികളാക്കരുത്, അവര് നല്ല മക്കളാണ്. അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞു തരുന്ന മക്കളുടെ ബുദ്ധി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. അലിയാർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മനസ്സിലായില്ല നബിയേ, മക്കളുടെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന കഥ പറഞ്ഞതെന്താണ്? ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് ചോദിക്കുകയാണ്. എല്ലാ വാദിന്റെ മജ്‌ലിസിലും ഉസ്താദേ, മക്കൾക്ക് വേണ്ടി ദുആരക്കണം, അവന് പഠിച്ചിട്ട് അവന്റെ മെമ്മറിയിൽ ഇരിക്കുന്നില്ല, അവന് ബുദ്ധി കുറവാ, ഒന്ന് ദുആരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് പഠിച്ചോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് കേട്ടോ. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, എന്തെങ്കിലും അലിയാരുടെ ഭാഗത്തൊന്ന് സംഭവിച്ചു പോയാല് ഹസനും ഹുസൈനുമുണ്ടോ, മിണ്ടി പോകരുത് ഫാത്തിമ. അലിയേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമയുടെ ഭാഗത്തൊന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഒന്ന് ക്ഷമിച്ചേക്കണം. പൊന്നുമക്കളുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറയരുത്, കാരണം അത് മക്കളുടെ ബുദ്ധി നഷ്ടപ്പെടാൻ കാരണമാണ്. അതിന്റെ ഒരു തെളിവ് ഞാൻ പഠിപ്പിച്ചു തരാ. സയ്യിദുനാ ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹയുടെ മുമ്പില് ഒരു പിതാവ് കുഞ്ഞിമോന്റെ കൈപിടിച്ച് വന്നിട്ട് പറയാ, തങ്ങളെ, നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന മകനാ, നല്ലതുപോലെ ഖുർആൻ ഓതിയിരുന്ന മകനാണ്, എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല, രാവും പകലും ഒരുപോലെ പഠിപ്പിച്ചിട്ട് എന്റെ കുഞ്ഞുമോന്റെ കണ്ണകുടങ്ങളിലേക്ക് അത് കയറുന്നില്ല, നിങ്ങളൊന്ന് ദുആരക്കോ. ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് ഈ പ്രിയപ്പെട്ട മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ പുറത്തു നിൽക്കുമോ? പൊന്നുമോനിന്റെ അരികിലേക്ക് വാ. ആ കുഞ്ഞുമകനെ അരികിലേക്ക് വിളിച്ചിട്ട് ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, മോനെ, ഞാൻ ആരാണെന്നറിയുമല്ലോ, ഞാൻ ചോദിച്ച സത്യസന്ധമായിട്ട് നീ ഉത്തരം പറയോ? വല്ലാഹി വല്ലാഹ്, നിങ്ങളുടെ മുമ്പിൽ കളവ് പറയില്ല, നിങ്ങളുടെ മുമ്പിൽ കള്ളത്തരം കാണിക്കില്ല, നിങ്ങൾ ലോകത്തിന്റെ ആലിമാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ മോനെ, നിന്റെ വീടിന്റെ കത്തട്ടില് നിന്റെ ബാപ്പ എങ്ങനാ, നിന്റെ ഉമ്മ എങ്ങനാ? ആ സമയമാണ് ഇവിടെ ഈ പൊന്നുമോന് പറയുന്നത്. ആ സമയം പൊന്നുമോന് പറഞ്ഞു കൊടുക്കാണ്, അല്ലാഹുവേ, വല്ലാത്ത സങ്കടമാണ്. നേരം വെളുത്ത് കടന്നു പോകുന്ന വാപ്പ, എന്റെ വാപ്പ വരുമ്പോ എന്റെ ഉമ്മ എപ്പോഴും സംസാരിക്കാറുണ്ട്, വാപ്പയുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയാറുണ്ട്. അത് കാണുമ്പോ എന്റെ വാപ്പക്ക് സഹിക്കാൻ കഴിയാതെ എന്റെ വാപ്പ എന്റെ ഉമ്മാനെ അടിക്കാറുണ്ട്. ഇത് കണ്ട് കണ്ട് മടുത്തല്ലോ എന്ന് പറയുമ്പോ ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് പൊന്നുമകനോട് പുറത്തിരിക്കാൻ പറഞ്ഞ് ഉമ്മാനെയും ബാപ്പാനെയും വിളിച്ചിട്ട് പറയാ, അവന്റെ ബുദ്ധി കുറഞ്ഞതല്ല, അവന്റെ ബുദ്ധി നിങ്ങൾ കുറച്ചതാണ്. കാരണം എന്തേ? വീടിന്റെ കത്തട്ടിൽ കുരുന്ന മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോ, പരസ്പരം വഴക്ക് കൂടുമ്പോ ആ പൊന്നുമക്കളുടെ കളി മാറുന്നുണ്ട്, ആ പൊന്നുമക്കളുടെ ചിരി മാറുന്നുണ്ട്. ആ നേരം വരെ കളിച്ചു കൊണ്ടിരുന്ന മക്കള്, ആ നേരം വരെ വർത്തമാനം പറഞ്ഞിരുന്ന മക്കള്, അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉമ്മ ബാപ്പാനെ അടിക്കുമോ, ബാപ്പ ഉമ്മയെ അടിക്കുമോ, ഉമ്മ ബാപ്പയെ ചീത്ത വിളിക്കുമോ, അത് കേൾക്കുമ്പോ ബാപ്പ ഉമ്മാനെ തല്ലുമോ എന്ന് പറഞ്ഞ് പേടിച്ച് വരണ്ട് അവശരായിരിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മോനെ, നീ നിന്റെ
വീട്ടിലേക്ക് പോവുക. നീയും നിന്റെ ഭാര്യയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നിന്റെ പൊന്നുമോന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. ആ മക്കൾ കാണുമ്പോ ചിരിക്കുന്നവരാക.